നമ്മളെല്ലാവരും ഒരു വീഡിയോ കണ്ടു. ഒരു കുടുംബത്തിലെ 4 മക്കൾ ഒരുമിച്ച് ഇങ്ങനെ നിരത്തി 14, 12, 8 അങ്ങനെ നിരത്തിയിട്ട് 4 മക്കളുടെ ഖബർ സങ്കടത്തോടെ ഇരിക്കുന്ന പ്രിയപ്പെട്ട പിതാവിന്റെ ഒരു ഫോട്ടോ. അല്ലാഹുവേ, ആ കുടുംബത്തിന് നീ സ്വർഗം കൊടുക്കണേ അല്ലാഹ്. ഇത്ര വലിയ ഭാഗ്യവാൻ ഒരു കുടുംബത്തിൽ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തൊരു വേദനയായിരിക്കും. 4, 5 അത്ര പേരാ എന്റെ പ്രിയപ്പെട്ടവരെ ഒരു കുടുംബത്തിൽ ഇങ്ങനെ കളിച്ചു തിരിച്ചടക്കുന്ന മക്കൾ. അവരെത്ര വലിയ ഭാഗ്യവാന്മാരെന്നറിയോ? ഒരാളുടെ 3 മക്കളെ അള്ളാഹു മരിപ്പിച്ചു കളഞ്ഞാൽ, ഒരാളുടെ പ്രായപൂർത്തിയാകാത്ത 3 മക്കൾ അള്ളാഹു തിരിച്ചെടുത്താൽ അതിന് പകരം സ്വർഗമാണ് പ്രതിഫലമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മാതാപിതാക്കൾക്ക് സ്വർഗമാണ്. നമ്മളതൊക്കെ പറയുമ്പോഴും അവരുടെ സങ്കടം ഒന്ന് ചിന്തിക്കണം. നമ്മൾ ഇതിനകത്ത് പഠിക്കേണ്ട ചില പാഠങ്ങളുണ്ട്. ഒരു കുടുംബത്തിലെ എല്ലാവരും കൂടെ ഒരുമിച്ചൊരു വാഹനത്തിൽ യാത്ര ചെയ്യാൻ പാടില്ല എന്നാണ്. ഒരു വീട്ടിലെ എല്ലാവരും കൂടെ ഒരുമിച്ചൊരു വാഹനത്തിൽ യാത്ര ചെയ്യാൻ പാടില്ല. കാരണം എന്തേ? നമുക്ക് പഠിക്കേണ്ട ചില പാഠങ്ങളുണ്ട്. അതുപോലെ തന്നെ എന്റെ പ്രിയപ്പെട്ടവരെ, അപകടങ്ങൾ, ദുരന്തങ്ങൾ. ഇന്നലെ ഞാനൊരു വഴിക്ക് പോകാൻ വേണ്ടി എന്റെ കൂടെയുള്ള കുട്ടികളെയും വിളിച്ചുകൊണ്ട് ഞാൻ പോകുമ്പോൾ ഒരു തടിവണ്ടിയുടെ പുറകിൽ ഒരു ബൈക്കാരൻ പോയി കയറി. ഞാൻ പറഞ്ഞ യാത്ര തന്നെ നിർത്തി തിരിച്ചു കളഞ്ഞു. അപകടങ്ങൾ നമ്മൾ ഓരോ ദിവസം കണ്ടുകൊണ്ടിരിക്കുകയാണ്. എത്രയോ അപകടങ്ങൾ കാണുന്നു. മാരകമായ രോഗങ്ങൾ നമ്മൾ കാണുന്നില്ലേ? അസ്സദഖത്തു റദ്ദുൽ ബലാ, സദഖ വിപത്തുകളെ തട്ടിമാറ്റുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു പറയുകയാണ്, ആരാണ് മുഖ്ബിതീങ്ങൾ? ആരാ?